നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകം, കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസ്, കണ്ണൂരിലെ കുടുംബത്തിന്റെ കൂട്ടമരണം ഉൾപ്പെടെ നടുക്കുന്ന വാർത്തകളാണ് ഈ പകൽ പുറത്തുവന്നത്. ഇത് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് തൃശൂർ മാളയിലെ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസാണ്. ഈ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലൈംഗിക പീഡനം ചെറുത്ത കുട്ടിയെ കുളത്തിലെറിഞ്ഞ് കൊന്നുവെന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി. 2 തവണ കുട്ടി കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നെങ്കിലും പ്രതി വീണ്ടും കുളത്തിലെ ചെളിയുള്ള ഭാഗത്ത് തള്ളിയിടുകയായിരുന്നു. പ്രതിക്കെതിരെ കൊലപാതകം, പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. പ്രതി ജോജോയെ തെളിവെടുപ്പിലെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, ഈ കേസിൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആസൂത്രിതമായി പ്രതി നടത്തിയ കൊലപാതകം, ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പ്രതി വീണ്ടും ഈ കുഞ്ഞിനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്? ടോം, നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഇന്നലെയായിരുന്നു ഈ 6 വയസ്സുകാരൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. ഇന്നലെ വൈകിട്ട് വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പിന്നീട് 6:30യോടുകൂടി കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി. നാട്ടുകാരുടെ കൂടി നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല. അങ്ങനെ സമീപത്ത് നിന്ന് ലഭിച്ച ഒരു CCTV ദൃശ്യം, അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. ഈ 20 വയസ്സുകാരൻ പ്രതി ജോജോയോടുകൂടെ ഈ കുട്ടി പോകുന്ന CCTV ദൃശ്യമായിരുന്നു ലഭിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാർക്ക് സംശയം തോന്നി, ഇയാളെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നീട് നാട്ടുകാരാണ് പോലീസിനെ അറിയിക്കുന്നത്. ഈ പ്രതിയുടെ മൊഴിയിലൊരു ദുരൂഹതയുണ്ട്. ഇയാളുടെ ഈ തിരച്ചിലടക്കം നാട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഈ ജോജോ. അങ്ങനെ ഇയാളുടെ പെരുമാറ്റത്തിൽ ദുരൂഹത തോന്നിയ നാട്ടുകാർ പിന്നീട് പോലീസിൽ അറിയിക്കുന്നു. പിന്നീട് പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. ആദ്യം പ്രതി പറഞ്ഞിരുന്നത് കുട്ടി കുളത്തിലേക്ക് ചാടിയത് കണ്ടു എന്നായിരുന്നു. പക്ഷെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുളത്തിൽ മുക്കിക്കൊന്നതാണ് എന്നുള്ള ഒരു മൊഴി വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉടൻ തന്നെ ഈ കുളത്തിന് സമീപത്തേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു. കുളത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴും എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പ്രതിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതിദാരുണമായ അല്ലെങ്കിൽ നാടിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 6 വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പ്രതി. അത് ചെറുക്കാൻ നോക്കിയ കുട്ടി അത് ചെറുത്തതോടെയാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടി അമ്മയോട് ഈ വിവരം പറഞ്ഞു കൊടുക്കും എന്നീ കുട്ടി പറയുന്നുണ്ട്. അതേ തുടർന്നാണ് ഈ പ്രതി ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് പ്രതി എത്തിയത്. പുറം ലോകം ഈ വിവരം അറിയും. ഈ ലൈംഗിക പീഡനത്തിന് 6 വയസ്സുകാരനെ ഇരയാക്കി. ഷംന, ഈ ഒരു കേസില് ഈ കുളത്തിൽ ഈ കുട്ടി വീഴുന്നത് കണ്ടുവന്നായിരുന്നു ഈ പ്രതിയുടെ ആദ്യത്തെ മൊഴി. പിന്നീട് തിരച്ചിലിൽ നാട്ടുകാർക്കൊപ്പം അയൽവാസിയായ ജോജോയും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നത്? ഇവിടെ നിർണായകമായത്, കാരണം ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഈ തിരച്ചിൽ നടത്തുമ്പോഴൊക്കെ ഏതെങ്കിലും ഇതിലുള്ള സംശയകരമായ ഒരു സമീപനം നാട്ടുകാർക്ക് തോന്നിയതാണോ, അതോ കൃത്യമായ ആണോ ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത്? ഇടപെടലാണ് ഏറെ നിർണായകമായത്. കാരണം ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തുമ്പോൾ ഈ ജോജോ തെരച്ചിലിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും കുട്ടിയെ ഇയാൾ കണ്ടതായോ കുട്ടി ഒപ്പം ഉണ്ടായിരുന്നതായോ ഒന്നും ഇയാൾ പറഞ്ഞിരുന്നില്ല. പിന്നീട് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ജോജോയുടെ കൂടെ കുട്ടി പോകുന്നത് കണ്ട്, സമീപത്തെ പാടത്തേക്ക് പോകുന്നത് കണ്ട്. പക്ഷെ പിന്നീട് ജോജോ മാത്രം മടങ്ങി വരുന്നു. ഈ കുട്ടി ആ ദൃശ്യങ്ങളിലില്ല. ഇങ്ങനെയാണ് ഈ നാട്ടുകാർ ജോജോയോട് ചോദ്യം ചെയ്യുന്നത്. അങ്ങോട്ട് ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി തിരികെ വരുമ്പോൾ ഇല്ലല്ലോ എന്ന നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു. അതേ തുടർന്ന് ഇയാൾ നൽകിയ മൊഴിയിൽ, നാട്ടുകാരോട് പറഞ്ഞ മറുപടിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാർക്ക് ഒരു ദുരൂഹത തോന്നിയതിനെ
തുടർന്നാണ് നാട്ടുകാരാണ് പോലീസിൽ അറിയിക്കുന്നത്. ഒപ്പം ഇയാൾ നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. മോഷണ ശ്രമം അടക്കമുള്ള കാര്യത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പിന്നീട് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് കുളത്തിലേക്ക് കുട്ടി ചാടുന്നത് കണ്ടു എന്നീ പ്രതി മൊഴി നൽകുന്നത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അങ്ങനെയല്ല, കുട്ടി ചാടിയതല്ല, ഞാൻ തന്നെ മുക്കിക്കൊന്നതാണ് എന്നീ പ്രതി കുറ്റം സമ്മതിക്കുന്നതും. അങ്ങനെ പിന്നീട് രാത്രി 9 മണിയോടുകൂടി തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് ഇന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ, മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ വൈകിട്ട് 5:30യോടുകൂടി കുട്ടി സമീപത്തെ വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ പ്രതി കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാൽ കുളത്തിൽ മുക്കിക്കൊന്നെന്നാണ് പ്രതിയുടെ മൊഴി. ഇയാളുമായി തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് സ്ഥലത്തിറങ്ങിയേറിയത്. ഇല്ല, യാതൊരു കുറ്റബോധവും പ്രതിയുടെ കാണുന്നില്ല എന്നതാണ്. 2 തവണ കുട്ടിക്കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെങ്കിലും പ്രതി വീണ്ടും കുളത്തിലെ ചെളിയുള്ള ഭാഗത്ത് തള്ളിയിടുകയായിരുന്നു. അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള കൊലപാതകം. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ ജനരോഷം ഇരമ്പി. പിന്നീട് കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇയാളുമായി തെളിവെടുപ്പ് നടന്നത്. വിവരങ്ങളുമായി വീണ്ടും ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, ഈ തെളിവെടുപ്പ് പൂർത്തിയായോ? കാരണം നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, വലിയൊരു ജനക്കൂട്ടമുണ്ട് അവിടെ. അതിനിടയിലൂടെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഈ തെളിവെടുപ്പൊക്കെ പൂർത്തീകരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? പ്രതിയെ പോലീസ് ഇന്ന് തന്നെ ഇനി കോടതിയിൽ ഹാജരാക്കുമോ? കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ടോ? ടോം, തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടു നിന്നത്. കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെ കൊലപാതകമാണെന്ന് അറിഞ്ഞതെ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഒപ്പം ലൈംഗിക പീഡനം ചെറുക്കാൻ ശ്രമിച്ചതിനിടെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. അത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. അതും ക്രൂരമായി കുളത്തിൽ മുക്കിക്കൊന്നു. അതിനുശേഷം 2 തവണ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ട് കുളത്തിൽ നിന്ന് കയറി വന്നു. വീണ്ടും കുളത്തിലേക്ക് ചളിയുള്ള ഭാഗത്തിലേക്ക് എറിഞ്ഞു കൊല്ലുകയായിരുന്നു. ഒപ്പം മരണം ഉറപ്പിക്കാൻ വേണ്ടി കാലുകൊണ്ട് ചവിട്ടി എന്നുകൂടി പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു രോഷം നാട്ടുകാർക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രതിയെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയാണ് ഇന്ന് തെളിവെടുപ്പിന് എത്തിച്ചത്. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. മുദ്രാവാക്യം വിളിച്ചൊക്കെ നാട്ടുകാർ വളഞ്ഞു പ്രതിയെ. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഉടൻ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങുകയായിരുന്നു. എന്തായാലും പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കുട്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും. കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ്. അച്ഛൻ എത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ നാട്ടുകാരുടെ കൂടി നിർണായകമായ ഒരു ഇടപെടലാണ് ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇത്രയും ക്രൂരമായി ഒരു ചെറിയ കുട്ടിയെ, ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ള, ലോകം എന്താണെന്ന് കണ്ടുവരുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ, ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഈ പ്രതിയെ ഇനി സമീപത്തെ മറ്റ് നടപടിക്രമങ്ങൾക്കോ മറ്റൊക്കെ ആയി സമീപത്തേക്ക് കൊണ്ടുവന്നാൽ ഇനി പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മാളയിലാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം അരങ്ങേറിയത്. ലൈംഗിക പീഡനം ചെറുത്തതിന്റെ പേരിലാണ് 6 വയസ്സുള്ള കുഞ്ഞിനെ അയൽവാസി കുളത്തിലെ ചെളിയിൽ മുക്കി കൊലപ്പെടുത്തിയത്. പ്രതിയുമായി തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് സ്ഥലത്തിറങ്ങിയത്. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ കിണറിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകം. മംഗളൂരു മുൽക്കി സ്വദേശി മുഹമ്മദ് ഷെരീഫിനെയാണ്
ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തലയിലും കയ്യിലും വെട്ടേറ്റ പാടുകൾ കണ്ടെത്തിയതോടെയാണ് കൊലപാതകമാണെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ 3 പേരാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മംഗളൂരിൽ നിന്ന് ഓട്ടോ വാടകയ്ക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. രാത്രി 11:30 മണിക്ക് കണ്ട ആളുണ്ട്. അതിൽ പിന്നെ 1 മണിക്ക് ഫോണാക്കി എൻ്റെ ഭാര്യ. ഫോണാക്കുമ്പോഴത്തെ സ്വിച്ച് ഓഫ് വന്നു. അതിൽ പിന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് മൊബൈൽ. ഇവിടെ ഇപ്പോൾ ഒരു പോലീസുകാർ പറഞ്ഞു നമ്മൾ അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇത് ഇതാക്കി മുഹമ്മദ് സലീം മുൽക്കി കോൾനാട് എല്ലാവർക്കും വേണ ആളായ KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് വിവരങ്ങളുമായി. ബൈജു, ഒരു മംഗളൂരു സ്വദേശിയുടെ മൃതദേഹമാണ് കാസർഗോഡ് മഞ്ചേശ്വരത്തെ കിണറ്റിൽ കണ്ടെത്തിയത്. ഇത് കൊലപാതകമാണെന്ന് പോലീസിന് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. പ്രതികളാരെന്ന സൂചന ലഭ്യമായിട്ടുണ്ടോ? എന്തായിരിക്കാം കൊലപ്പെടുത്താനുള്ള കാരണം? ടോമെ, നിർണായകമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് മംഗളൂരുവിൽ നിന്ന് 3 പേർ ഇത്തരത്തിൽ ഈ മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് കാസർഗോഡ്, അതായത് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ കുഞ്ചത്തൂർ എന്ന് പറയുന്നത്, തൊട്ടടുത്താണ്, ചെക്ക് പോസ്റ്റിനടുത്താണ്. ആ സ്ഥലത്തേക്ക് വാടകയ്ക്ക് വിളിച്ച ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് ഇവരുടെ സഹപ്രവർത്തകരായ ഓട്ടോ ഡ്രൈവർമാരാണ് ഇത്തരത്തിൽ 3 പേർ ഈ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചു എന്ന കാര്യം പോലീസിനെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. ഏതായാലും പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതൊരു ചൂതാട്ട കേന്ദ്രമാണ്. ഈ മുഹമ്മദ് ഷെരീഫ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഈ സ്ഥലം വലിയ തോതിൽ ചൂതാട്ടം നടക്കുന്ന ഒരു അതിർത്തിയിലെ പ്രദേശമാണ്. ഈ സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഓട്ടോ വാടകയ്ക്ക് വിളിക്കുന്നതും 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കൊലപാതകം, ഒരാളുടെ മൃതദേഹം ഇത്തരത്തിൽ ഒരു പൊട്ടക്കിണറ്റിനകത്ത് ഉണ്ട് എന്ന വിവരം അറിയുന്നത്. ഇയാളുടെ ഓട്ടോറിക്ഷ ചെരിഞ്ഞ നിലയിൽ ഈ കിണറിന് സമീപത്തുണ്ടായിരുന്നു. സംശയം തോന്നുന്ന നാട്ടുകാർ പിന്നീട് തെരഞ്ഞപ്പോൾ ഈ കിണറ്റിനകത്ത് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അപ്പോഴേക്കും തലയ്ക്കും അതുപോലെ തന്നെ കൈക്കും വലിയ തോതിൽ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. ഇതേ തുടർന്നാണ് ഇത് കൊലപാതകം എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്നാലും വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ അതിർത്തി പ്രദേശത്ത്. ഇവിടെ മയക്കുമരുന്ന് സംഘങ്ങൾ, അതുപോലെ തന്നെ മണൽ മാഫിയ തുടങ്ങി നിരവധി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന സംഘങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. ഈ വലിയൊരു ചൂതാട്ട കേന്ദ്രം കൂടി ഇവിടെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ഒരു പക്ഷേ ഈ വാടകയ്ക്ക് ഇവിടത്തേക്ക് ഇവർ എത്തുകയും അവിടെ നിന്നും കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കിണറ്റിൽ തള്ളിയതാകാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് കാണുന്നത്. എന്തായാലും ഈ പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് മംഗളൂരു ഭാഗത്തുള്ള CCTV ക്യാമറകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിർത്തിയിൽ തലപ്പാടി ചെക്ക് പോസ്റ്റിൽ ടോൾ പ്ലാസയിലുള്ള ആ ഒരു ക്യാമറയും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിർണായകമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ പ്രതികളിലേക്ക് ഉടൻ എത്താൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചുള്ള ചൂതാട്ട സംഘങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ ചൂതാട്ട കേന്ദ്രത്തിലെത്തിയ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയതാകാമെന്നൊരു നിഗമനമുണ്ട്. ബൈജു, ഇത് ഈ ചൂതാട്ട കേന്ദ്രത്തിലെ അല്ലെങ്കിൽ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ടോമെ, പ്രതികളെ കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ വാടകയ്ക്ക് ഇത്തരത്തിൽ ഇവിടത്തേക്ക് എത്തിക്കുകയും വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അങ്ങനെയാകാം, ഒരു പക്ഷേ അങ്ങനെയാകാം. അതല്ല ഈ ചൂതാട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തർക്കം ഉണ്ടായോ, ഇതൊക്കെ പോലീസ് അന്വേഷണത്തിൽ പരിധിയിലുണ്ട്. ഏതായാലും ഇയാൾ 10 മണിയോടുകൂടി ഓട്ടം നിർത്തി വീട്ടിലേക്ക് പോകുന്ന ഒരാളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഇത്തരത്തിൽ ഒരു വാടക വന്നപ്പോൾ കാസർഗോഡ് കുഞ്ചത്തൂരേക്ക് ഈ വാടക വരികയും പിന്നീട് തിരിച്ച് കാണാത്തതിനെ തുടർന്ന്, വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഭാര്യ
ഭാര്യയാണ് മുൽക്കി, അതായത് കർണാടക പോലീസിൽ ഇത്തരത്തിൽ പരാതി നൽകുന്നത് കാണാനില്ല എന്ന് പറഞ്ഞ്. തൊട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഈ കാസർകോട്ട് ഈ കിണറ്റിനകത്ത് ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം അറിയായിരുന്നു. പിന്നീട് ബന്ധുക്കളൊക്കെ ഇവിടെ എത്തി. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത് മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹമാണെന്ന ഒരു സ്ഥിരീകരണം ഉണ്ടായത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഈ കൊലപാതകത്തിന് കാരണം എന്തെന്ന് ഇതുവരെ വ്യക്തമല്ല. ഒരു പക്ഷേ വാടകയെ ചൊല്ലിയുള്ള തർക്കമാകാം, അതല്ല മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷണത്തിലുണ്ട്. എന്തായാലും ഇത് 3 പേരെ ഈ കണ്ടെത്താനുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞാൽ കൃത്യമായി ഈ കൊലപാതകത്തിലേക്ക് ചുരുളഴിയും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവരെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ പോലീസിന് ഇവരുടെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ പ്രദേശത്തുള്ളവർ, അതായത് കുഞ്ചത്തൂർ ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇനി വരാനുണ്ട്. തലക്കേറ്റ ആഴത്തിലുള്ള വെട്ടാണ് മരണകാരണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ കിണറിനകത്ത് ഇത്തരത്തിൽ തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഓട്ടോ ചെരിഞ്ഞ നിലയിൽ ഈ കിണറിന് സമീപത്ത് കണ്ട സംശയത്തെ തുടർന്ന് നാട്ടുകാർ തന്നെയാണ് വിവരം പോലീസിനെ അറിയിക്കുന്നതെന്നും പിന്നീട് തെരച്ചിൽ നടത്തുമ്പോഴാണ് ഈ കിണറ്റിനകത്ത്, ഈ പൊട്ടക്കിണറിനകത്ത് ഇത്തരത്തിൽ മുഹമ്മദ് ഷെരീഫിനെ കണ്ടെത്തുന്നതും. എന്തായാലും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ, ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെയൊക്കെ വലിയ തോതിൽ കൊലപാതകങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രദേശമാണ്. തട്ടിക്കൊണ്ടുപോയി തലകീഴായി കെട്ടിത്തൂക്കി മറക്കാൻ ചേർന്ന പ്രദേശമാണ്. ബൈജു, ഈ പതിവായി ഈ ഓട്ടോ ഡ്രൈവർ, കൊല്ലപ്പെട്ട ഈ ഓട്ടോ ഡ്രൈവറും ഈ സംഘങ്ങളൊക്കെ സ്ഥിരമായി ഇവിടെ എത്തുന്നതാണോ? ഈ ചൂതാട്ട കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു തലത്തിലേക്കാണല്ലോ അന്വേഷണം നീങ്ങുന്നത്. ഇതാരാണ് ഇവിടെ ചൂതാട്ട കേന്ദ്രം നടത്തുന്നത്? അത് നിയമവിരുദ്ധമായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഒന്നും അതിനെതിരെ ഇതുവരെയും നടപടിയൊന്നും സ്വീകരിക്കാതിരുന്നത്? ടോമെ, നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരമനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ ചൂതാട്ട കേന്ദ്രവുമായി ഇയാൾക്ക് ബന്ധമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ഒരു ഓട്ടോ വാടകയ്ക്ക് വിളിക്കുന്നു. ഇവർ 3 പേർ കൂടി മംഗളൂരിൽ നിന്നും വാടകയ്ക്ക് വിളിക്കുന്നു. അവിടെ നിന്നും ഇവരെ ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് അറിയുന്നത്. സ്ഥിരമായി ഇയാൾ ഇവിടെ എത്തുന്നത് സംബന്ധിച്ച് പോലീസിന് വലിയ വ്യക്തതയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഇത് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പോലീസ് എത്തും, അല്ലെങ്കിൽ തങ്ങളെ ഈ ചൂതാട്ട കേന്ദ്രത്തിലേക്ക് പോലീസ് എത്തുമെന്നറിഞ്ഞാൽ ഇവർ തൊട്ട് അടുത്ത് കർണാടകയിലേക്ക് മാറുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ തോതിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇവിടെയുണ്ട്. പതിവായി വലിയ തോതിൽ പുറത്തു നിന്നൊക്കെ ആളുകൾ ഈ ചൂതാട്ട കേന്ദ്രത്തിൽ എത്താറുണ്ടെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. പക്ഷേ ആ ഒരു നിയമപ്രശ്നം, അത് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പോലീസ് എത്തുന്നത് കൃത്യമായി മണത്തറിഞ്ഞ് ഇവർ കർണാടകയിലെ ഭാഗത്തേക്ക് രക്ഷപ്പെടുകയാണ് പതിവ്. അതുകൊണ്ട് ഇവരെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ തോതിൽ ചൂതാട്ടം നടക്കുന്ന ഒരു പ്രദേശമാണ്. അത് പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ അത്തരത്തിൽ വലിയ തോതിൽ ചൂതാട്ട കേന്ദ്രം തന്നെയാണിത്. ഒപ്പം ഈ മണൽ മാഫിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെന്ന് പോലീസ് പറയുന്നത്. ഈ അതിർത്തി പ്രധാനമായും പോലീസ് നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്. ഇവർ ഈ കർണാടകയിലേക്ക് പെട്ടെന്ന് ഇവർക്ക് കടക്കാൻ സാധിക്കും. അത്തരത്തിൽ ഏതെങ്കിലും തരം നിയമം ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇത് തടയാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇയാൾക്ക്, കൊല്ലപ്പെട്ട മുഹമ്മദ് ഷെരീഫിന് ഏതെങ്കിലും തരത്തിൽ ചൂതാട്ട കേന്ദ്രവുമായി പതിവായി എത്തുകയോ അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം കൃത്യമായി 10 മണിക്ക് വീട്ടിലെത്താറുണ്ട്. ഓട്ടം മതിയാക്കി. ഈ മംഗളൂരുവിലൊക്കെ വലിയ പ്രിയപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇയാൾ എന്ന് പറയുന്നത്. മംഗളൂരുവിലും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഓട്ടോ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കൊലപാതകികളെ ഉടൻ പിടികൂട്ടുമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ്, മുഹമ്മദ് ഷെരീഫിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭാര്യ മുൽക്കി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതിന് ശേഷമാണ് പിന്നീട് ഈ മൃതദേഹം കണ്ടെത്തുന്നൊക്കെ സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി മൃതദേഹം കണ്ടെത്തുന്നു. ഇന്ന് രാവിലെ പോലീസ് എത്തി മൃതദേഹം പുറത്തെടുക്കുന്നു. അപ്പോഴാണ് വലിയ തോതിൽ വെട്ടേറ്റ പാടുകളൊക്കെ കണ്ടെത്തുന്നത്. തലയ്ക്കും അതുപോലെ തന്നെ കൈക്കും ആഴത്തിലുള്ള വെട്ടേറ്റിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായോ എന്നൊക്കെ അറിയാനുണ്ട്. ഏതായാലും ഈ പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച് CCTV ക്യാമറകൾ അത് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നത്തോടുകൂടി തന്നെ ഇവരെ പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവരെ പിടികൂടിയാൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. കേട്ടോ, വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലെറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം നീങ്ങുന്നുണ്ട്. മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചുള്ള ചൂതാട്ട സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. കണ്ണൂർ മീൻകുന്നിൽ അമ്മയെയും മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മീൻകുന്ന് സ്വദേശികളായ ഭാമ, മക്കളായ 14-കാരൻ ശിവാനന്ദ്, 11 വയസ്സുള്ള അശ്വന്ത് എന്നിവരാണ് മരിച്ചത്.
രാവിലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സുമേഷ് മോറാഴ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുമേഷ്, ഇത് ആത്മഹത്യയെന്ന് പോലീസിന്റെ നിഗമനം അതാണ്. പക്ഷേ ആത്മഹത്യയുടെ കാരണം എന്തായിരിക്കും? കുടുംബ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ് നാട്ടിലുള്ളതാണോ? എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോം, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ആണെന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതായത് ഈ സംഭവം നടന്നത് യുവതിയുടെ തന്നെ വീട്ടിൽ വെച്ചായിരുന്നു. അതായത് മീൻകുന്നിൽ സ്കൂളിന് സമീപത്തുള്ള വീട്ടിന്റെ കിണറിലായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ആയിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല. ഭർത്താവ് തൊട്ടടുത്തുള്ള പ്രദേശമായ ചാലിൽ ഒരു ബന്ധു വീട്ടിലായിരുന്നു ഭർത്താവ് രമേഷ് ബാബു താമസിച്ചത് എന്നാണ് പറയുന്നത്. അത് ഇന്ന് സംഭവം നടക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇവരെ കൂടെ ആ സമയത്ത് ഉണ്ടായത് അമ്മയും യുവതിയുടെ അമ്മയും സഹോദരിയുമായിരുന്നു കൂടിയിരുന്നത്. ഏകദേശം ഒരു പുലർച്ചോട് കൂടിയായിരുന്നു ഇവരുടെ കാണാതാവുന്ന വിവരം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഉടൻ തന്നെ ബന്ധുക്കളെയും തൊട്ടയൽവാസികളെയും ഇവരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന നടത്തുകയും പരിശോധനയിൽ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ രാവിലോട് കൂടിയായിരുന്നു ഈ കിണറിൽ യുവതിയുടെ മൃതദേഹം പൊന്തി നിൽക്കുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് ഇവർ ഒരു പരിശോധന തുടർന്ന് ഒരു പരിശോധന നടത്തി. അങ്ങനെയാണ് 2 കുട്ടികളുടെ മൃതദേഹം ഈ കിണറ്റിൽ തന്നെ കിട്ടിയത്. ഏതായാലും ഇത് പ്രാഥമികമായി ഒരു ആത്മഹത്യയാണെന്നല്ല കാര്യത്തിൽ തന്നെ ഇപ്പൊ സുമേഷ്, കാരണം ഭർത്താവ് വീട്ടിലായിരുന്നു. ഈ സ്ത്രീയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്, ഈ മരണം നടക്കുന്നത്. അങ്ങനെ ഭർത്താവുമായി പിണങ്ങി കഴിയുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്വന്തം വീട്ടിലേക്ക് മാറിയത്. അങ്ങനെ ഒരു അതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയെക്കുറിപ്പോ മറ്റോ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? അതിപ്പോ ഏതായാലും പോലീസ് അത്തരം അന്വേഷണങ്ങൾ ഇപ്പൊ നടത്തി വരികയാണ്. ഏതായാലും അത്തരം ഈ ആത്മഹത്യാ കുറിപ്പോ കാര്യങ്ങളൊന്നും ഇപ്പൊ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരിക്കും ഇതിനെ ഒരു അടിസ്ഥാനമായി കാര്യം വരിക. സ്വാഭാവികമായും അതിലെന്തെങ്കിലും ഒരു അവ്യക്തത ഉണ്ടെങ്കിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. ബന്ധുക്കളെ ചോദ്യം ചെയ്യാനായിട്ട് ഭർത്താവിനെ ചോദ്യം ചെയ്യാനായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടിക്രമം സ്വാഭാവികമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇതുമായി മുന്നോട്ട് പോവുക. സുമേഷ്, ഈ കുടുംബത്തിന് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭർതൃപീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്തെങ്കിലും പരാതി ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഭർത്താവിനെതിരെ ഉയർന്നിട്ടുണ്ടോ? അത്തരം എന്തെങ്കിലും പരാതികൾ മുൻപ് പോലീസിന് ലഭിച്ചിരുന്നോ? അത്തരം പരാതികൾ ഏതായാലും പോലീസിന് ശ്രദ്ധയിലില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീ മാനസികമായ വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വർഷങ്ങളായി യുവതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ തേടി വരുന്നുണ്ട്. സ്വാഭാവികമായും അതുമായി ഇതിനു മുൻപും ഇതുപോലുള്ള അറ്റംപ്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും മറ്റേ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള കാര്യത്തിനൊക്കെ പോലീസ് ഉള്ളത്. എന്തായാലും അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിപ്പോ ഇതിന് അടിസ്ഥാനമായിട്ട് വരിക. എന്താണ് ഇനിയിപ്പോ ഒരു കൊലപാതകമാണോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ? വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് അമ്മയെയും 2 മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും മറ്റേതെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷ. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. 2020 സെപ്റ്റംബർ 5-നായിരുന്നു കോവിഡ് സെന്ററിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയ യുവതിയെ പീഡനത്തിന് ഇരയാക്കിയത്. വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വന്നത്. പ്രധാനമായും പെൺകുട്ടിയുടെ അറിയിപ്പ് തെളിഞ്ഞു, DNA റിസൾട്ട് കിട്ടിയുണ്ടായി. പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി. പിന്നെ GPS ആംബുലൻസ് GPS ട്രാക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും എടുത്ത് കോടതി ഹാജരാക്കിയുണ്ടായി. ശാസ്ത്രീയ തെളിവുകൾ എന്നിവ അടക്കം ശേഖരിച്ച് പഴുതടച്ച അന്വേഷണമാണ് ആറന്മുള പോലീസ് നടത്തിയത്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. രേഖകൾ ഹാജരാക്കി. അതിൽ GPS ആംബുലൻസിൽ ഘടിപ്പിച്ചിരുന്ന GPS മുഖേന ലഭിച്ച ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അത് വാഹനം പോയ റൂട്ട് മാപ്പ്, കൂടാതെ ബലാത്സംഗത്തെ സംബന്ധിച്ച് DNA തെളിവുകൾ എന്നിവ ശാസ്ത്രീയ തെളിവുകൾ വളരെ നല്ല രീതിയിൽ പ്രോസിക്യൂഷന് സഹായകരമായി വന്നിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, കേരളത്തെ ഏറെ നടുക്കിയൊരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് കാലത്ത് സാമൂഹ്യ അകലമൊക്കെ പാലിക്കണമെന്ന കർശനമായ
നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നൊരു സമയത്ത് ഒരു കോവിഡ് രോഗിയെ അതിക്രൂരമായ രീതിയിൽ ആംബുലൻസിൽ വെച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവം, ഈ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇതുതന്നെയായിരുന്നു ഈ പ്രോസിക്യൂഷന്റെ ആവശ്യവും ഇതുതന്നെയായിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ലഭിച്ചുവെന്ന് തന്നെയാണോ പ്രോസിക്യൂഷൻ പറയുന്നത്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസ് നിർണായകമായ ഒരു കേസായിരുന്നു. സ്വാഭാവികമായും അത് കൃത്യമായി പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷനും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചത്. എന്തായാലും പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു, അതായത് ജീവപര്യന്തം ശിക്ഷ പ്രതീക്ഷ പോലെ ലഭിച്ചു എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കേസ് അന്വേഷണം നടത്തിയ പോലീസിനും ഒപ്പം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഈ സംതൃപ്തിയുണ്ട് ഈ വിധിയിലെന്നാണ് നമ്മളോട് അവർ വ്യക്തമാക്കിയത്, കുടുംബം വ്യക്തമാക്കിയത്. എന്തായാലും 2020 സെപ്റ്റംബർ 5-നാണ് ഈ കേരളം മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പീഡനം നടന്നത്. കാരണം കോവിഡ് കാലമാണ്, ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് അടൂർ വടക്കെടുത്തുകാവിൽ നിന്നും ഈ പെൺകുട്ടിയെ ഒരു ആംബുലൻസ് രാത്രിയിൽ പന്തളത്തെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പ്രദേശമാണ്, അവിടെ വിജനമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ച് രാത്രിയിൽ ക്രൂരമായി ഈ പെൺകുട്ടി ഡ്രൈവർ കായംകുളം സ്വദേശിയായ നൌഫൽ എന്ന് പറയുന്ന പ്രതി ക്രൂരമായി പീഡിപ്പിക്കുന്നത്. പീഡനത്തിന് ശേഷം കുട്ടിയോട് മാപ്പപേക്ഷിക്കുകയും കേസെടുക്കുക മറ്റു പരാതികളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് പന്തളത്തെ സെന്ററിൽ ചെന്നപ്പോൾ തന്നെ കുട്ടി വിവരം പറഞ്ഞു. തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും അന്ന് മുതലുള്ള പോലീസിന്റെ നീക്കങ്ങൾ കൃത്യമായ മൊഴി രേഖപ്പെടുത്തി സാക്ഷികളെ, അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നുള്ള ഈ മൊബൈൽ ഫോണിൽ ഈ കുട്ടി ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ എടുത്തു, അത്തരം ഡിജിറ്റൽ തെളിവുകളെ, ആംബുലൻസ് പോയ വഴികളുടെ കുറിച്ച് GPS-ന്റെ വിവരങ്ങൾ, അത്തരത്തിൽ കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി. പക്ഷേ വലിയ പ്രതിസന്ധികൾ അന്നുണ്ടായിരുന്നു. കാരണം കോവിഡ് കാലമാണ്. ഈ സാക്ഷികളെയൊക്കെ കാണാൻ പോകുന്നതിനൊക്കെ മൊഴിയെടുക്കുന്നതിനൊക്കെ വളരെ തടസ്സങ്ങളുണ്ട്. കാരണം അന്ന് ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്തൊക്കെ വളരെ സങ്കീർണമായ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടായ കാലത്ത് പോലും പോലീസ് കൃത്യമായി ഇടപെട്ട് എല്ലാ തെളിവുകളും ശേഖരിച്ചാണ് ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. അതിന് അർഹമായ ശിക്ഷ ലഭിച്ചു. അതിൽ പ്രധാനമായും 6ഓളം വകുപ്പുകളുള്ള ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ പ്രതിക്ക് ചുമത്തിയിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ ജീവപര്യന്തം 1,80,000 രൂപയാണ് അതിജീവിക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഒപ്പം പോലീസും പറയുന്നത്. അതേസമയം ഇതിനകത്ത് വലിയ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം, പെൺകുട്ടി പട്ടികജാതി വിഭാഗത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് പട്ടികവർഗ പീഡന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ഇതിന് ചുമത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അർഹമായ ശിക്ഷ കിട്ടിയെന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബന്ധുക്കളും പോലീസും വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തി, പഴുതടച്ചുള്ള അന്വേഷണം നടത്തി. ഏകദേശം 55ഓളം സാക്ഷികളും 83ഓളം രേഖകളും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ സെഷൻ കോടതിയുടെയാണ് വിധി. അർഹമായ ശിക്ഷ ഈ കായംകുളം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇത് കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ സംഭവ ദിവസം 108 ആംബുലൻസിലാണ് സാധാരണഗതിയിൽ ഈ കോവിഡ് രോഗികളെ ഇത്തരത്തിൽ സെന്ററുകളിലേക്ക് മാറ്റുന്നത്. അന്ന് രാത്രി അടൂർ വടക്കേടത്തുകാവിൽ നിന്നും ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീയും കൂടി ആണ് ഈ പന്തളത്തേക്ക് കൊണ്ടുപോയത്. ആദ്യം ഈ പെൺകുട്ടിയെ പന്തളത്ത് എത്തിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിനുശേഷം കോഴഞ്ചേരിയിലാണ് മറ്റു സ്ത്രീ ഇറക്കേണ്ടത്. പക്ഷേ ഈ പ്രതി നൌഫൽ ഈ പെൺകുട്ടിയെ പന്തളത്തിറക്കാതെ ആദ്യം കോഴഞ്ചേരിയിലുള്ള സ്ത്രീയെ ഇറക്കിയതിനു ശേഷമാണ് ഈ പെൺകുട്ടിയുമായി പന്തളത്തേക്ക് പോകുന്നത്. ആ പോകുന്ന വഴിയിലാണ് രാത്രിയിൽ വിജനമായ സ്ഥലത്ത് വെച്ച് ഈ പ്രതി പീഡിപ്പിക്കുന്നത്. വലിയ വിവാദമുണ്ടാക്കിയ കേസാണ്, കോളിളക്കമുണ്ടാക്കിയ കേസാണ്, വളരെ സമൂഹം മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണ്. അതിൽ അർഹമായൊരു ശിക്ഷ പ്രതിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുള്ളത്. തീർച്ചയായും ഈ കുടുംബത്തിന്റെയോ ഈ യുവതിയുടെയോ പ്രതികരണം ഈ വിധിക്ക് ശേഷം പുറത്തു വന്നിട്ടുണ്ടോ? കാരണം അങ്ങേയറ്റം ക്രൂരമായി നടന്നൊരു പീഡന കേസാണിത്. കേരളത്തെ ഞെട്ടിച്ചൊരു പീഡന കേസാണ്. കാരണം ഒരു കോവിഡ് രോഗിയോട് പോലും കോവിഡ് രോഗിയെ പോലും ലൈംഗികമായി വേട്ടയാടുന്ന ഒരു സംഭവം. ഈ വിധിയിൽ ഈ പെൺകുട്ടിയും കുടുംബവും തൃപ്തരാണോ? അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ശശിനാരായണൻ? ടോം, ഈ പെൺകുട്ടിയുടെ കുടുംബവും തൃപ്തരാണ്. അവർ ഈ വിധിയിൽ തൃപ്തരാണ്. അവർ ആഗ്രഹിച്ച പോലെ തന്നെ പ്രതിക്ക് ശിക്ഷ ലഭിച്ചു, ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് എടുത്തു കാണുന്നത് കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരിയുടെ കാലത്ത് ആളുകൾ പരസ്പരം കാണുന്ന പോലും ഭയമുള്ളൊരു കാലഘട്ടമാണ്. ആ സമയത്ത് പോലും ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞാൽ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. അപ്പം സ്വാഭാവികമായും അത് കേരള മനസാക്ഷി ഞെട്ടിയതാണ്. ഈ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ ശബ്ദം ഒക്കെ
മൊബൈലിൽ റെക്കോർഡ് ചെയ്തത്. അതെല്ലാം ഈ വിചാരണ വേളയിൽ നടക്കുന്ന സമയത്ത് പെൺകുട്ടി കോടതിയിൽ ഈ ഓർമ്മകൾ വെച്ച് ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ മാനസികമായി ശാരീരികമായി പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് അർഹമായ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിന് കേസന്വേഷിച്ച പോലീസ് കഴിഞ്ഞു. ചുരുങ്ങിയ 50 ദിവസം കൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു. കൃത്യമായ പ്രതിസന്ധി ഉണ്ടായതിനും ആളുകളിൽ നിന്നും തെളിവ് സാക്ഷികളെ കാണുന്നതിനും അന്നത്തെ കാലത്ത് ഈ സാക്ഷികളെ കാണുകയൊക്കെ പറയുന്ന സ്വാഭാവികമായും 2 വ്യക്തികൾ ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്ത കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവിക പ്രതികളുടെ ഈ സാക്ഷികളെയൊക്കെ കാണുക, മൊഴി ശേഖരിക്കുക, ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കുക, ഇതെല്ലാം പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തിയ കേസാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തരണം ചെയ്താണ് പോലീസ് ഇത് കൃത്യമായി ഈ കേസന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അർഹമായ ഒരു ശിക്ഷ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ പോലീസിനും സംതൃപ്തിയുണ്ട്, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും സംതൃപ്തിയുണ്ട്. എന്തായാലും അവര് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ അല്ലാതെ അവർ പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷെ അവർ സംതൃപ്തരാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. എന്തായാലും നൗഫല് നേരത്തെ ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും കുടുംബവും ഉൾപ്പെടെ ഈ വിധിയിൽ തൃപ്തരാണ്. അത്രയ്ക്കും ക്രൂരമായി നടന്നൊരു കൊലപാതകം, കോവിഡ് സമയത്ത് സാമൂഹ്യ അകലം പാലിക്കേണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ രീതിയിലുള്ള നിഷ്ഠൂരമായ രീതിയിലുള്ള ലൈംഗിക പീഡനം ഉണ്ടായത്. മലപ്പുറം വേങ്ങരയിൽ യുവതിയെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. 1.5 വർഷം മുൻപ് വിവാഹിതയായ 11 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയെയാണ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഫോണിൽ മുത്തലാഖ് ചൊല്ലുന്ന സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചൊല്ലിയിരുന്നു. തീർത്തോ നാളെ പോയി ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടുതരാം, തീർത്തു പോ. അതാണ് ആൺകുട്ടികളെ, അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെളിവ് മുഖേന എനിക്ക് തരാനുള്ള എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല, ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. വേങ്ങര സ്വദേശിനിയായ 21-കാരി 2023 ജൂലൈയിലാണ് വിവാഹിതയായത്. സ്വർണം കുറഞ്ഞെന്നും സൗന്ദര്യമില്ലെന്നും പറഞ്ഞ് നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ, ഒടുവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോഴോ പ്രസവിച്ചപ്പോഴോ ഭർത്താവോ ഭർത്തൃ വീട്ടുകാരോ തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട്. ഇത് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു 10 ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത്. ഉപ്പാനോട് ആദ്യം ഉപ്പാനെ കുറെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ കുഞ്ഞിന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞാണ്ട് കുറെ വഴക്ക് പറഞ്ഞതിന്റെ ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് 1, 2, 3 ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയണേ അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു നമ്മളോടൊക്കെ പെരുമാറി. 30 പവനോളം സ്വർണം കൊടുത്തായിരുന്നു വിവാഹം. ഇത് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞ അവർക്ക് ഒഴിവാക്കണം, അതായത് സൗന്ദര്യത്തിന്റെ നമുക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അവർ ഒന്നും തുറന്നു വിട്ടു പറയുന്നില്ല. എന്റെ മകൾക്ക് അങ്ങനെ അസുഖമാണെന്ന് പോലും പറയുമ്പോ ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റുക, അങ്ങനെയുള്ളത്. ഇവര് നമ്മൾ പറയുന്നത് എന്താണ്, മാരകമായ അസുഖമാണ്. പിന്നെ എങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, പതിവായി ഈ മുത്തലാഖുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വനിതാ കമ്മീഷന് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം വനിതാ കമ്മീഷന് മുൻപിലെത്തുന്നത്. ഇത് ഏകദേശം 1 മാസം മുൻപാണ് ഈ ഫോൺ വഴിയുള്ള മുത്തലാഖ് ചൊല്ലലുണ്ടായിട്ടുള്ളത്. അതായത് പെരുന്നാളിൻ്റെ ആ ഒരു സമയത്താണ്. ഇവർ ഏറെക്കാലം, അതായത് കേവലം 40 ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചിരുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടി ഗർഭിണിയായതും പ്രസവിച്ചതൊന്നും ഭർത്തൃ വീട്ടുകാരോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലായിരുന്നു. ഒരു തരത്തിലും ഇവരെ പരിഗണിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഉള്ള ഒരു ഘട്ടത്തിലാണ് ഫോൺ വഴി
ഈ ഭർത്താവ് വീരാൻകുട്ടി ഇയാളുടെ പിതാവിനെ, ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് ഫോൺ വഴി മുത്തലാഖ് ചൊല്ലുന്നതും ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ നടപടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവർ വാങ്ങിച്ച 30 പവൻ കൊടുക്കുന്നതിനെക്കുറിച്ചോ കുറിച്ചോ ഒന്നും തന്നെ പ്രതികരിക്കാനും ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടവർ വനിതാ കമ്മീഷനെയാണ് സമീപിച്ചത്. വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ഷോയുടെ മുമ്പ് പോലും വേങ്ങര പോലീസുമായി സംസാരിച്ചിരുന്നു. വനിതാ കമ്മീഷനിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ കുടുംബവും നേരിട്ട് പരാതി നൽകിയിട്ടില്ല. പരാതി കിട്ടുന്ന മുറയ്ക്ക് ഈ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുത്തലാഖ് എന്നത് നിയമവിരുദ്ധമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത് പഴയ പോലെ തന്നെ തുടരുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും സങ്കടകരമായ കാര്യം. ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള കേസുകൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നത്. ബില്ല് പാസ്സായതിനു ശേഷം, നിയമം വന്നതിന് ശേഷം ഒരുപാട് കേസുകൾ ഈ മുത്തലാഖിനെ ചൊല്ലി മലപ്പുറം ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. പലതും പോലീസിലെത്താതെ ഇപ്പോഴും നിയമത്തിൻ്റെ വഴിക്കെത്താതെ പോകുന്നതും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒരു നിയമം ഇങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് പോലും സ്ത്രീവിരുദ്ധമായ ഒരു നിലപാട് തുടരുന്ന വലിയ ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ടും അവരുടെ ഉന്നമനത്തിനു വേണ്ടിയും അവർക്ക് വേണ്ടിയും രാജ്യത്ത് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഒരു തരത്തിലും പാലിക്കപ്പെടേണ്ടതല്ല എന്ന മനോഭാവത്തോടെ മുൻപ് എങ്ങനെയായിരുന്നോ സ്ത്രീകളോട് പെരുമാറിയിരുന്നത് അതേ രീതിയിൽ തന്നെ തങ്ങൾ പെരുമാറുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മനോഭാവമാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, തിരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ തിരുത്തിക്കേണ്ടതാണ്. എന്താണെങ്കിലും ഇവിടെ മുത്തലാഖ് മാത്രമല്ലല്ലോ വിഷയം. ഗാർഹിക പീഡനമുണ്ട്, സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനമുണ്ട്. പോലീസ് ഏറെ ഗൗരവത്തോടെ ഈ കേസിനെ കാണേണ്ടതല്ലേ? എന്തായാലും പോലീസിന്റെ നിലപാട് എന്താണ്? അതായത് ഇതുവരെയും വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണോ പോലീസ് കേസെടുക്കാത്തത്? പോലീസിന് മുൻപിലേക്ക് പരാതി എത്തിയാലാണ് സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കുക. അതല്ലെങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുക്കണമെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം വരേണ്ടതുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളല്ലാതെ പോലീസിന് മുൻപിലേക്ക് ഈ പരാതി എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് വേങ്ങരയിലെ ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വനിതാ കമ്മീഷന് കഴിഞ്ഞ ദിവസം അവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വനിതാ കമ്മീഷൻ ആ നടപടിക്രമങ്ങൾ പ്രകാരം പോലീസിന് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ പോലീസിനെ നിർദ്ദേശിക്കും. ആ നിർദ്ദേശപ്രകാരം പോലീസ് അത് അന്വേഷിച്ച് FIR രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് പതിവ്. ഇതിൽ കുടുംബം ആണ് പോലീസിനെ നേരിട്ട് ബന്ധപ്പെടേണ്ടത്. പക്ഷേ കുടുംബത്തോട് നമ്മൾ സംസാരിച്ചപ്പോൾ രാവിലെ വനിതാ കമ്മീഷൻ ബാക്കി നോക്കിക്കോളും എന്നൊരു കണക്കുകൂട്ടലാണ് പ്രതീക്ഷിക്കാനുള്ളത് എന്നാണ് കുടുംബത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും വനിതാ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തുന്നു. പരാതി ലഭിച്ചതേ ഉള്ളൂ, അതിന് നടപടികൾ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷാവസ്ഥ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ വീണ്ടും സംഘർഷാവസ്ഥ. എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് അഭിഭാഷകർ ബിയർ കുപ്പിയും കല്ലുകളും വലിച്ചെറിഞ്ഞതായി പരാതി. ഇന്നലെ രാത്രി വിദ്യാർത്ഥികളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് സംഭവം. ജില്ലാ കോടതി വളപ്പിൽ നിന്നുമാണ് കോളേജിലേക്ക് കല്ലും കുപ്പികളും വലിച്ചെറിഞ്ഞത്. സ്ഥലത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിൽ സംഘർഷത്തിൽ 16 വിദ്യാർത്ഥികൾക്കും 8 അഭിഭാഷകർക്കും പരിക്കേറ്റിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ? കാരണം അല്പസമയം മുൻപ് ഈ അഭിഭാഷകരുടെ പ്രതിഷേധ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് തൊട്ടു പിന്നാലെയാണോ, അതിന്റെ ഭാഗമായിട്ടാണോ ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ വീണ്ടും നടന്നത്? പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങുന്നതിന് മുൻപാണ് ഈ കോളേജ് വളപ്പിലേക്ക്, കോളേജ് ക്ലാസ് മുറികളുള്ള ഭാഗത്തേക്ക് കുപ്പിയും അതോടൊപ്പം തന്നെ കല്ലും വലിച്ചെറിഞ്ഞതായി വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത് അവർ ബാർ അസോസിയേഷൻ്റെ ആ ഹാളിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് വന്നത്. ഇന്നലെ ഈ വിഷയങ്ങളുണ്ടായി, ഇന്നലെ സംഘർഷം ഉണ്ടായ സ്ഥലത്തു നിന്നാണ് ഇത് ഇങ്ങോട്ട് വന്നത്. അഭിഭാഷകരാണ് ഇത് വലിച്ചെറിഞ്ഞതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും അത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന, പരീക്ഷകൾ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ കുപ്പിയും കല്ലും എല്ലാം വന്ന് വീണത്. ഇതേ തുടർന്ന് അതിനുശേഷം അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധ റാലി ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് അത് സമാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റാലി നടക്കുകയായിരുന്നു. ഇതിനകത്ത്, ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സ്വാഭാവികമായ SFI ആണ് അതിന് മുന്നിൽ നിന്നത്. ഇവർ പറയുന്നത് യാതൊരു
രീതിയിലുള്ള ഒരു പ്രകോപനവും കഴിഞ്ഞ ദിവസങ്ങളിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അത്തരം രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അഭിഭാഷകർ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ, അവിടെ ചെന്ന വിദ്യാർത്ഥികളെ അടക്കം ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അക്രമ സംഭവങ്ങളിൽ ഏതാണ്ട് 16ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 8 അഭിഭാഷകർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും പരിക്കേറ്റവരിൽ പെടുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ സംഭവം പുലർച്ചെ വരെ നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയ അഭിഭാഷകരും പിന്നീട് അവിടെ അവർ ജനറൽ ബോഡി യോഗം അടക്കം ചേരുകയും ചെയ്തു വളരെ അടിയന്തരമായിട്ട്. അതിനുശേഷം ഈ പ്രതിഷേധ പരിപാടികൾ ഇത് തുടരുക. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവിടെ എത്തിയ വിദ്യാർത്ഥികൾ അവർ അതിക്രമിച്ച് കയറിയതാണ്. അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് തങ്ങളുടെ അസോസിയേഷൻ പരിപാടി നടക്കുന്ന തങ്ങളുടെ വളപ്പിനകത്തേക്ക് ഇവർ എത്തുകയായിരുന്നു. പിന്നീട് ഇവർ ഒരു അക്രമ സ്വഭാവം കാണിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ വേണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ അതേസമയം തന്നെ വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങളുടെ നേർക്ക് അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കും വിദ്യാർത്ഥികളുടെ അവർ പഠിക്കുന്ന ക്ലാസ് മുറിക്ക് സമീപമെല്ലാം തന്നെ കുപ്പിയും മറ്റും വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ പൊതുവിൽ ടോം ഇവിടെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പുറത്ത് പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിൽ വിഷയങ്ങളൊന്നുമില്ലാതെ സംഘർഷാവസ്ഥയും അങ്ങനെ അത്രയും കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് മഹാരാജസും അതും കടന്നു പോകുന്നിരുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു സംഭവം ഈ രീതിയിലേക്ക് വലിയ രീതിയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു എന്നതാണ്. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് പോലീസ് സാന്നിധ്യത്തോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കലാലയം ഇന്ന് മഹാരാജസിനെ ഇന്നു മുതൽ മധ്യവേനൽ അവധിയിലേക്ക് അടക്കം പ്രവേശിക്കുകയാണ്. ഒരു അധ്യയന വർഷം പൂർത്തിയാവുകയാണ്. അങ്ങനെ പലതുകൊണ്ടും വിദ്യാർത്ഥികൾ ഇവിടെ ഇന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു കുറവ് ഈ ഭാഗത്തുണ്ട്. അതോടൊപ്പം ഇന്ന് പലരും നേരത്തെ തന്നെ ക്യാമ്പസും വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ മുതൽ ഇക്കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘർഷം സാധിച്ചത്. ഇതുവരെയും നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കി എന്നാണ് അഭിഭാഷകർ പറയുന്നത്. അതേസമയം അഭിഭാഷകർ മദ്യപിച്ച് വിദ്യാർത്ഥികളെ ആക്രമിച്ചെന്ന് SFIയും ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഈ രണ്ട് കൂട്ടരും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവിടെ പോലീസ് നൽകുന്ന വിവരം എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? പോലീസ് അതിൻ്റെ ഒരു നടപടി ഇതുവരെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം പോലീസ് നീങ്ങിയിട്ടില്ല. നമുക്കൊപ്പം SFI ജില്ലാ ഭാരവാഹി ആശിഷ് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? ഇന്നലെ അഭിഭാഷകരുടെ ഒരു വാദം എന്ന് പറയുന്നത് അവിടേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു, നിങ്ങളൊരു മനഃപൂർവ്വം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കല്ലും കുപ്പിയും എറിഞ്ഞതായെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്താണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ളൊരു വിശദീകരണം? എങ്ങനെയാണ്? യാതൊരു തരത്തിലുമുള്ള സംഘർഷാവസ്ഥ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അവിടെയുള്ള അഭിഭാഷകരും തമ്മിൽ ഇതിനു മുൻപ് നിലനിന്നിരുന്നില്ല. ഇന്നലെ അവിടെ ബാർ കൗൺസിലിന്റെ ഒരു പരിപാടി നടക്കുന്ന നിലയുണ്ടായിരുന്നു. ഈ ക്യാമ്പസിനകത്ത് ഇന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് നടക്കാനിരുന്ന ഒരു യൂണിയൻ പരിപാടിയുടെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലുണ്ടായിരുന്നു. ഈ ക്യാമ്പസിലെ 4 വിദ്യാർത്ഥികളെ അവരുടെ രാഷ്ട്രീയം SFI എന്നുള്ളതല്ല മുഴുവൻ ആളുകളുടെയും. അത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ തുടർച്ചയിൽ പറയാം. 4 വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് ഇന്നലെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ വിദ്യാർത്ഥികൾ അക്രമം ഏറ്റുവാങ്ങി ജീവൻ രക്ഷാർത്ഥം ഓടി ഈ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നും പുറത്തേക്ക് എത്തിയ വിദ്യാർത്ഥികളെ ഏതാണ്ട് 15ഓളം വരുന്ന വിദ്യാർത്ഥികളെ 40-50 വയസ്സ് പ്രായമുള്ള ആളുകൾ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റൂരി അടിക്കുന്ന നില, കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ വെച്ച് തലയടിച്ച് പൊട്ടിക്കുന്ന നില. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് സഖാവ് ആദിൽ ഏതാണ്ട് 10ഓളം സ്റ്റിച്ചുകൾ ആ സഖാവിൻ്റെ തലയിലുണ്ട്. ആ സഖാവ് ചികിത്സയിലാണ്. 9 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അതിനകത്ത് 3 ആളുകളുടെ തല പൊട്ടുന്ന നിലയുണ്ടായി. ഒരാളുടെ തോളലിന് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. ഒരാളുടെ എല്ലിന് പൊട്ടലുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ തിരഞ്ഞു പിടിച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യാസക്തിയിലാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ഇന്നതിൻ്റെ തുടർച്ചയിലാണ് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും തീർത്തും സമാധാനപരമായി മുന്നോട്ട് പോയ ഈ ക്യാമ്പസിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നടന്ന ഒരു ജനറൽ കൗൺസിൽ ബാർ കൗൺസിലിൻ്റെ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജനറൽ
കൗൺസിലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഒരുപറ്റം അഭിഭാഷകർ, എല്ലാവരും എന്ന് നമ്മൾ പറയുന്നില്ല, ഒരുപറ്റം അഭിഭാഷകർ ബിയർ ബോട്ടിൽ, കമ്പിവടി, കല്ല് അടക്കമുള്ള സാധനങ്ങൾ ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ വലിച്ചെറിയുക. ക്ലാസ് മുറിയിലിരുന്ന വിദ്യാർത്ഥിയുടെ ഒരു പെൺകുട്ടിയുടെ അടക്കം ദേഹത്തത് വന്ന് പതിക്കുന്ന നിലയുണ്ടായി. അധ്യാപകന്റെ തലയിൽ കല്ല് വന്ന് കൊള്ളുന്ന നിലയുണ്ടായി. അത് നിങ്ങൾ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മതിൽക്കെട്ടിനടുത്തേക്ക് ചെന്ന അധ്യാപകനെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് നിയമം സംരക്ഷിക്കേണ്ട അഭിഭാഷകർ വിളിച്ചത്. ഇതിനകത്ത് അഭിഭാഷക സമൂഹത്തിനാകെ നാണക്കേടാകുന്ന വിധത്തിൽ അവിടെ നിന്നും ചില ആളുകൾ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, മഹാരാജാസിനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വിദ്യാർത്ഥി സംഘടനയ്ക്കുണ്ട്, SFIക്കുണ്ട്. ആ സംരക്ഷണം SFI തീർക്കും. എങ്ങനെയാണോ ഇങ്ങോട്ട് ആക്രമിക്കുന്നത് അതേ നിലയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഘട്ടത്തിൽ SFI തയ്യാറായ മതിയാകൂ എന്നുള്ളതാണ് ഈ സാഹചര്യം. ടോം അദ്ദേഹം വിശദീകരിക്കുന്നു. കാരണം ഇത് വലിയ രീതിയിൽ തന്നെ ഒരു മഹാരാജാസിന് നേരെ തന്നെ ഉണ്ടായ ഒരു അക്രമ സംഭവമായിട്ട് തന്നെ കാണുന്നു. അതിൽ SFI മുൻനിരയിൽ തന്നെയുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ വിഷയങ്ങൾ വലിയ രീതിയിലേക്ക് പോകാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് നേരത്തെയും പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ തന്നെയും പ്രതിഷേധം പിന്നീട് ഒടുവിൽ മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിരിക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, മഹാരാജാസും തൊട്ടടുത്ത അഭിഭാഷക സംഘടനയും എല്ലാം തന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ടോം, ഡാനി, കാരണം ഇത് അഭിഭാഷകർ, ഈ വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് അഭിഭാഷകരുടെ ഗുണ്ടായുസമാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് മാധ്യമപ്രവർത്തകരെ പോലും ഇതേപോലെ വേട്ടയാടിയിട്ടുള്ളവരാണ് കൊച്ചിയിലെ അഭിഭാഷകര്. അങ്ങനെ തന്നെ ഇതിനെ കാണേണ്ടതല്ലേ? കാരണം ഈ പറയുന്ന 10-20 വയസ്സുള്ള കുട്ടികളെ സംഘം ചേർന്ന് ആക്രമിക്കുക, ബെൽറ്റൂര് വരെ ആക്രമിച്ചു എന്നാണല്ലോ പറയുന്നത്. അത് മാത്രമല്ല, അതിന് ശേഷം പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി ബിയർ കുപ്പികളും മറ്റും ഒരു ക്യാമ്പസിലേക്ക് വലിച്ചെറിയുന്ന രീതിയിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. പോലീസ് ഈ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതല്ല? ഈ അക്രമത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ആ രീതിയിലുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുമോ? ടോം, ഇതുവരെയും പോലീസ് ഈ അക്രമ സംഭവങ്ങളിൽ യഥാർത്ഥ ഉത്തരവാദികൾ ആരെന്ന രീതിയിലേക്ക് തെരയുന്ന രീതിയിലേക്ക് പോലീസ് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും പേർ, 16ഓളം വിദ്യാർത്ഥികൾ പരിക്ക് പറ്റി ആശുപത്രിയിലുണ്ട്, അതോളം 8ഓളം അഭിഭാഷകർ ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. ആരുടെയും പേരിലൊരു നടപടിയോ മറ്റോ കാര്യങ്ങളോ അതിലേക്ക് മുന്നോട്ട് പോയിട്ടുമില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്കും ഈ സംഭവങ്ങളുടെ ഒരു ആവർത്തനം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്യുന്നു. ക്യാമ്പസിനകത്തേക്ക് ഒരു കോടതി വളപ്പിനകത്ത് നിന്ന് കല്ലേറുണ്ടാകുന്നു എന്നത് അത്ര കണ്ട് ലഘുവായി നിസ്സാരമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഒരു കോടതി വളപ്പിനകത്ത് നിന്നാണ് വിദ്യാർത്ഥികളുള്ള ഒരു ക്യാമ്പസിനകത്തേക്ക് കല്ലും കുപ്പിയും എല്ലാം തന്നെ വലിച്ചെറിയുന്നത്. ഇവിടെ അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം തന്നെ ചില പരീക്ഷകളുടെ ഒരു അവസാന ഘട്ടത്തിലായിരുന്നു. ഇവിടേക്കാണ് ഈ രീതിയിലേക്ക് കല്ലും കുപ്പിയും എല്ലാം വലിച്ചെറിഞ്ഞതായിട്ട് വിദ്യാർത്ഥികൾ പറയുകയും ചെയ്യുന്നത്. അത് അവർ പറയുന്ന അവരുടെ ഒരു ആരോപണങ്ങൾ അത് ശരിയെങ്കിൽ അതിന് ചില ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയെങ്കിൽ കൃത്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ളൊരു വാദം അവർ പറയുന്നത് അതിനകത്തേക്ക് അവരുടെ മാത്രമായ ഒരിടത്തേക്കാണ് വിദ്യാർത്ഥികൾ വന്നത്. അതിനകത്ത് നിന്ന് ചില രീതിയിൽ വിദ്യാർത്ഥികൾ മോശമായിട്ട് പെരുമാറുന്നു എന്നതെല്ലാം തന്നെ പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും നിശ്ചയമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക ഒട്ടും തന്നെ അത് ആശാസ്യമാവില്ല. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളും നടപടികളും എല്ലാം തന്നെ വേണ്ടതാണ്. ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന രീതിയിലേക്ക് കൃത്യമായ ഒരു അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതാണ്. ഏതായാലും ആ രീതിയിലേക്ക് പോലീസ് വൈകാതെ നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ടോം, ഡാനി, ഇവിടെ SFIയുടെ നിലപാട് എന്താണ്? കാരണം ഒരു വശത്ത് അഭിഭാഷകരുടെ പ്രതിഷേധം നടന്നു, SFI വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ടോ? കാരണം പോലീസ് അവിടെ സ്ഥലത്ത് വലിയൊരു പോലീസ് സന്നാഹം തന്നെയുണ്ട്. ഒരുപക്ഷെ SFIയും പ്രതിഷേധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാം, വലിയ ക്രമസമാധാന പ്രശ്നമായി മാറാം. മാത്രമല്ല, മഹാരാജാസ് കോളേജും കോടതിയും തൊട്ട് അടുത്തടുത്തുള്ള ആണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക്, വലിയ അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയില്ലേ?
മുഴുവൻ സാധ്യതയുമുണ്ട് കേട്ടോ. കാരണം നേരത്തെ ആശിഷ ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹം വിശദീകരിച്ച് വളരെ കൃത്യമായിട്ട് തന്നെയാണ് SFIയുടെ സംഘടന നിലപാട് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. ഇതിൽ കൃത്യമായി മഹാരാജാസിന് മുന്നിൽ ഒരു കവചം തീർക്കാൻ, വിദ്യാർത്ഥികൾക്ക് ഒരു കവചം തീർക്കാൻ SFI മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ തുടരുകയാണെങ്കിൽ അതിന് അങ്ങനെ തന്നെ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംഘടനയ്ക്കടക്കം നീങ്ങേണ്ടി വരുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിന് കാരണം വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഒരു പ്രതിഷേധമാണ്. ഒരു SFI പ്രവർത്തകരാണ് കൂടുതലും ഇരയായി മാറിയിട്ടുണ്ടെങ്കിലും അത് മഹാരാജാസിന്റെ വിദ്യാർത്ഥികളാണ്. മഹാരാജാസിന് നേർക്ക് തന്നെയാണ് ആസൂത്രിതമായ രീതിയിൽ ഈ ഒരു അധിക്ഷേപവും അക്രമവും എല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും മഹാരാജാസിന്റെ യൂണിയൻ പ്രവർത്തനങ്ങൾക്കടക്കം ചുക്കാൻ പിടിക്കുന്ന SFIക്ക് തന്നെ ഇതിന്റെ മുന്നിലേക്ക് പ്രതിരോധത്തിന് കടന്നു നിൽക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ വളർത്തിയെടുക്കുന്നത് അതത്ര നന്നാവില്ല എന്ന് ആശിഷ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ലഘൂകരിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു അവധിയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് അത് വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യവും സാഹചര്യവും മഹാരാഷ്ട്രയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുകയില്ല. കോടതിയും ഏതാണ്ട് അവധി ദിനങ്ങളിലേക്കടക്കം പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ ഒരു സമയം അത് ഈ ചർച്ചകളിലൂടെയെങ്കിലും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പൂർവാധികം ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു മതിലിൻ്റെ അതിരിടുന്നതാണ് കോടതിയും മഹാരാജാസും എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ അത് പ്രതിഫലിക്കും എന്നതാണ് അറിയേണ്ടത്. പോലീസും കൃത്യമായി ഇടപെടേണ്ടതാണ്. ഇതിൽ മധ്യസ്ഥ ചർച്ചകളടക്കം നടന്നില്ലെങ്കിൽ ഈ പ്രശ്നം അതീവ ഗുരുതരമാകുമെന്നതിൽ സംശയമൊന്നുമില്ല. ടോം, തീർച്ചയായും ഇവിടെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. കാരണം അഭിഭാഷകർ ഇതിനു മുൻപ് പോലീസിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരുമായി സംഘർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ, ഒരു കോളേജിലെ ക്യാമ്പസിന് നേരെ ബിയർ കുപ്പി എറിയുക, കല്ലെറിയുന്ന അത്തരം നടപടികൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇനി ഒരുപക്ഷെ നടപടി ഉണ്ടായാൽ പോലും പോലീസ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ, ഈ അഭിഭാഷകർക്ക് നടപടി സ്വീകരിച്ചാൽ പോലും അവർ ഇനി ഇതിന് പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താം. ഒരുപക്ഷെ പോലീസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതെന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വരെയും വഴിവെച്ചേക്കാം. ചീഫ് സെക്രട്ടറി നടത്തുന്ന ഹിയറിംഗിൽ ലൈവ് സ്ട്രീമിംഗ് വേണമെന്ന N പ്രശാന്ത് IASന്റെ ആവശ്യം അംഗീകരിക്കാതെ സർക്കാർ. ഈ മാസം 16 നടക്കുന്ന ഹിയറിംഗിന് ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും വേണമെന്നായിരുന്നു സസ്പെൻഷനിൽ തുടരുന്ന പ്രശാന്തിന്റെ ആവശ്യം. N പ്രശാന്ത് IASന് പറയാനുള്ളത് നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിലെ താൽപര്യപ്രകാരമുള്ള ഹിയറിംഗ് നടത്തുമെന്ന ഭാഗം താൻ ആവശ്യപ്പെട്ട പ്രകാരം ലൈവ് സ്ട്രീമിംഗോടെയുള്ള ഹിയറിംഗ് ആണെന്നായിരുന്നു പ്രശാന്തിന്റെ വ്യാഖ്യാനം. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഒരു അസാധാരണമായിട്ടുള്ളൊരു ആവശ്യമാണ്, ഒരു വിചിത്രമായിട്ടുള്ള ആവശ്യമാണ് N പ്രശാന്ത് IAS ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ അത്രയധികം ഇയാളെ കേൾക്കാൻ പോലും തയ്യാറായിട്ടും പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ലൈവ് സ്ട്രീമിംഗ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ധിക്കാരപരമായിട്ടുള്ള നടപടിയായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ഇനി സർക്കാർ ഇയാൾക്ക് ഈ N പ്രശാന്തിന് മുന്നിൽ വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? ടോം, അസാധാരണം അതോടൊപ്പം തന്നെ വിചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നിലപാടാണ് പ്രശാന്തിന്റേത്. കാരണം അദ്ദേഹം കുറ്റാരോപിതനാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷനിലുള്ളത്. അവിടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാം. ഈ മുതിർന്ന IAS ഉദ്യോഗസ്ഥനടക്കമുള്ളവർക്കെതിരെ ഇട്ട പോസ്റ്റുകൾ, അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹത്തിന് ആ രേഖകൾ കൈമാറാം. ഈ പട്ടികജാതി വകുപ്പിലുണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥൻ തനിക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തിയത്. K ഗോപാലകൃഷ്ണൻ മറ്റൊരു IAS ഉദ്യോഗസ്ഥനാണ്, ജയതിലകാണ് ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ. ഇവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും തന്നെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെന്നുമാണ്. ആ രേഖകൾ കൃത്യമായി പ്രശാന്തിന് കൈമാറാവുന്നതാണ്. മാത്രമല്ല ചില ഫയലുകൾ പ്രശാന്ത് പിടിച്ചുവച്ചിരുന്നു എന്നത് നേരത്തെ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ, അദ്ദേഹം തന്നെ നേരത്തെ ഇറക്കിയ ഒരു ഉത്തരവിന്റെ ഭാഗമായി ആ ഉദ്യോഗസ്ഥൻ ഫയലുകൾ കൈമാറിയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഒരു സംഭവം വരുമ്പോൾ പ്രശാന്തിനോട് അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ പ്രശാന്ത് പറയുന്നതിൽ ശരിയുണ്ട് എന്ന് കരുതുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോൾ
പ്രശാന്തിന്റെ ചെയ്തികൾ അത് വിചിത്രമാണ്. സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ചൊരു സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പൌരനല്ല അദ്ദേഹം. ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ചില വികലമായ രീതിയിലുള്ള സമീപനങ്ങൾ. അദ്ദേഹം പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായവും നീതിയും ഉണ്ടെങ്കിൽ അതിന് അതിന്റേതായ വഴികളുണ്ട്. കൃത്യമായി അത് ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കാൻ കഴിയുന്ന, മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ കഴിയുന്ന, സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന മാർഗങ്ങളും വഴികളുമുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ ഒരു കുട്ടിക്കളി എന്ന നിലയിൽ പലപ്പോഴും കാര്യങ്ങളെ കാണുന്നു എന്ന നിലയ്ക്കാണ്, അല്ലെങ്കിൽ കുറച്ച് ബാലിശമായി കാര്യങ്ങളെ സമീപിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ 1-ാം തീയതി തന്നെ ഏപ്രിൽ 1-ന് അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, ഇന്ന് സുപ്രധാനമായ തീരുമാനമുണ്ടാകും. പലരും കരുതിയത് അദ്ദേഹം ഒരുപക്ഷെ രാജിവെക്കും എന്ന തരത്തിലാണ്. അദ്ദേഹം സർവീസ് വിടും എന്ന സൂചനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനവും അന്നെടുത്തില്ല. ഏപ്രിൽ ഫുൾ ആയതുകൊണ്ട് തന്നെ വെറുതെ അദ്ദേഹം ഒരു രസത്തിനിട്ടതാണെന്ന് പിന്നെ വ്യാഖ്യാനമുണ്ടായി. അങ്ങനെ ആളുകളെ രസിപ്പിക്കാൻ ഒരു IAS ഉദ്യോഗസ്ഥൻ മെനക്കെട്ടിരുന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഈ ലൈവ് സ്ട്രീമിംഗും അതോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യുക എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അതൊക്കെ തന്നെ അംഗീകരിക്കാൻ ഒരു സർക്കാരിനും കഴിയാത്ത കാര്യമാണ്. കാരണം കുറ്റം ആരോപിക്കപ്പെട്ട് ഒരു വശത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇത് സർക്കാരിനെ വീണ്ടും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് എൻ പ്രശാന്ത് IASന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കുറ്റാരോപണ മെമ്മോ നൽകിയിട്ട് അതിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഹിയറിംഗിന് വിളിച്ചിട്ടും അവിടെ പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലൈവ് സ്ട്രീമിംഗ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. സർക്കാർ ഇനി എന്തായിരിക്കും എൻ പ്രശാന്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പോകുക? അതെന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.